أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 943 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 50-51 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ ഐ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا ما أشهدتهم خلق السماوات ولا خلق أنفسهم وما كنت متخذ المضلين عضدا صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 50-51 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ തുടർന്ന് മലക്കുകളോട് അള്ളാഹു ഒരു നിർദ്ദേശം നൽകുകയുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മളിന്ന് വായിച്ചു വെച്ചിട്ടുള്ള ഇന്ന് പഠന വിധേയമാക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. സമ്പത്തും സന്താനങ്ങളും ഒക്കെ തന്നെ ഐഹിക ലോകത്തിന്റെ ആകർഷകങ്ങളായ വിഭവങ്ങൾ മാത്രമാണ്. അവയൊന്നും സ്ഥായിയായ എന്നെന്നും നിലനിൽക്കുന്ന നേട്ടങ്ങളല്ല. അള്ളാഹുവിന്റെ വജഹിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന സ്വാലിഹായ കർമ്മങ്ങളാണ് എന്നെന്നും അവശേഷിക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലദായകമായതും പ്രതീക്ഷകൾ അർപ്പിക്കാൻ പറ്റുന്നതുമായത് എന്നാണ് ഇതിന്റെ മുകളിൽ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് അടങ്ങിയിട്ടുള്ള മുഖ്യമായൊരു സന്ദേശം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതൊക്കെയും ഭൂമിക്ക് താൽക്കാലികമായ അലങ്കാരമായിട്ട് വെച്ചിരിക്കുകയാണ്. പർവ്വതങ്ങള് ഉറച്ചു നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇളകി നീങ്ങിക്കൊണ്ട് ഭൂമി തരിശായ ഒരു തുറന്ന വെളിമ്പ്രദേശമായി മാറാനിരിക്കുന്ന ഒരു സന്ദർഭം വരാൻ പോകുന്നു. ആ നാളിൽ
മനുഷ്യരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോവുകയാണ്. ആരും തന്നെ പരിഗണനയിൽ പെടാതെ അവഗണിക്കപ്പെടുന്നതല്ല. എല്ലാവരും ഒരാളെയും വിട്ടുകളയാതെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. എല്ലാവരും തന്നെ ഒന്നാമത് വട്ടം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ച് തന്റെ മുന്നിൽ അണിനിരത്തിയ അതേ വിധത്തില് അണിയണിയായി അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ആ ഘട്ടത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം, ലഖദ് ജിഅ്തുമൂന കമാ ഖലഖ്നാകും അവ്വല മർറ. ഒന്നാമത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ മുന്നിൽ ഹാജരാക്കിയ അതേ വിധത്തില് നിങ്ങളിപ്പോ ഇതാ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ വാദം എന്നാൽ നേരത്തെ അല്ലൻ നജഅൽ ലക്കും മൗഇദ, അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ സമയം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടില്ല എന്നതായിരുന്നു നിങ്ങളുടെ വാദം. അതിനെ തുടർന്ന് ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ അവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നു. കുറ്റവാളികൾ അതിനകത്തുള്ളതിന്റെ കാര്യം ആലോചിച്ച് ഭയവിഹ്വലരായിട്ട് സ്വയം ശപിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങും. എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു രേഖയാണിത്, ഒന്നും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, ചെറുതും വലുതുമായ എല്ലാം ഇതില് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് അവർ ആ ഘട്ടത്തിൽ പറയുക. എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയും തന്നെ അവരുടെ കൺമുന്നിൽ തെളിയുന്ന ഒരു അവസരമാണത്, ഒരു സന്ദർഭമാണത്. ഒരാളോടും നിന്റെ നാഥൻ അനീതി ചെയ്യുന്നതല്ല, ഒരാളും അന്യായമായ വിധത്തില് ഒരാക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വരികയോ അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയോ ഒന്നും ചെയ്യുകയില്ല. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളുടെ കാരണത്താൽ അവരെന്തൊക്കെ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ നേരിടേണ്ടി വരിക എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് പുതിയൊരു വിഷയമാണ് ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അത് മലക്കുകളും ആദം അലൈഹി ഇസ്ലാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, നേരത്തെ സൂറത്തുൽ ബഖറയിലും തുടർന്ന് വേറെ ചില സന്ദർഭങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിവിടെ പരാമർശിക്കുന്നതിന് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ന്യായങ്ങളും ചില കാരണങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് ആദ്യമായി ഈ ആയത്തുകളുടെ ആശയം ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. മലക്കുകളോട് നാം ഇങ്ങനെ പറയുകയുണ്ടായ ആ സന്ദർഭം സ്മരണീയമാണ്, അത് ഓർക്കപ്പെടേണ്ടത് തന്നെയാണ്. വഇദ് ഖുൽനാ, നാം പറയുകയുണ്ടായ ആ സന്ദർഭം, ലിൽ മലായികത്തി, മലക്കുകളോടായിട്ടാണ്, മലാക്കന്മാരോടായിട്ടാണ് നാം ഇങ്ങനെ പറയുകയുണ്ടായത്. ഇസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് പ്രണാമം അർപ്പിക്കുക, ആദമിന് സുജൂദ് ചെയ്യുക. ഇതാണ് അള്ളാഹു മലക്കുകൾക്ക് നൽകിയ കൽപ്പന. ആ കൽപ്പന നൽകപ്പെട്ട ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തുടർന്ന് പ്രപഞ്ചങ്ങളുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിനും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവ കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെയായിട്ട് അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മലക്കുകൾ. ഈ മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി, ആദമിന് വിധേയത്വം കാണിക്കാൻ വേണ്ടി, ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്.
വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം. അപ്പോ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് മലക്കുകളോട് നാം നിർദ്ദേശിച്ച ആ സന്ദർഭം ഓർക്കുക. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ആ ഘട്ടത്തിൽ ഇബ്ലീസ് ഒഴികെ എല്ലാവരും തന്നെ ആദമിനെ പ്രണമിക്കുകയുണ്ടായി, ആദമിന് സുജൂദ് ചെയ്യുകയുണ്ടായി. ഇബ്ലീസ് പക്ഷേ അതിന് കൂട്ടാക്കിയില്ല. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ, ഇബ്ലീസ് അതിന് സന്നദ്ധനായില്ല. കാന മിനൽ ജിൻ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. മലക്കുകളോടാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആദം അലൈഹിസ്സലാമിന് സുജൂദ് നിർവഹിക്കാൻ വേണ്ടി. ആ നിർദ്ദേശം പാലിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഇബ്ലീസിന് കൂടി ബാധകമായിട്ട് ഉള്ള അവസ്ഥയിൽ തന്നെ ഇബ്ലീസ് അതിനെ കൂട്ടാക്കിയില്ല. അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. ഖുർആനിൽ വേറെ ചിലയിടത്ത് മലക്കുകളുടെ പ്രകൃതം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞത് കാണാം. മലക്കുകളുടെ പ്രകൃതം അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുക എന്നതാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹു. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അക്കാര്യത്തില് അവർ അള്ളാഹുവിനെ ഒരു നിലക്കും ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതേപടി പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ എന്ന് ഒരിടത്ത് മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണാം. മലക്കുകളുടെ പ്രകൃതം എന്നത് ധിക്കരിക്കുക എന്ന സാധ്യത അടങ്ങിയിട്ടുള്ളതല്ല. അതേസമയത്ത് മനുഷ്യന്റെയും ജിന്നുകളുടെയും പ്രകൃതത്തില് അവർക്ക് അനുസരിക്കാനും ധിക്കരിക്കാനും ഒരേപോലെ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതമാണ്. ഒരു വിവേചനം അക്കാര്യത്തില് സ്വന്തമായി ചെയ്തുകൊണ്ട് ഒന്നുകിൽ അനുസരിക്കുക അല്ലെങ്കിൽ ധിക്കരിക്കുക എന്ന വിധത്തില് സ്വന്തമായിട്ട് ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അതുപോലെ ജിന്നുകളുടെയും സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എന്നാൽ മലക്കുകളുടെ പ്രകൃതം അങ്ങനെയല്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഒരു അനുസരണക്കേടും കാണിക്കാതെ അതേപടി വയഫഅലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെടുന്ന കാര്യം അതേപടി നിർവഹിക്കുന്നവരാണ് മലക്കുകൾ. അവര് റബ്ബിന്റെ നിർദ്ദേശങ്ങളെ ഒരു കിബറും കാണിക്കാതെ യാതൊരു അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വിധത്തില് അള്ളാഹു നൽകുന്ന കൽപ്പനകളെ അതേപടി അനുസരിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ്. തങ്ങളുടെ റബ്ബിനെ തങ്ങളുടെ മേലധികാരിയായിട്ട് കണ്ടുകൊണ്ട് അവനുള്ള വിധേയത്വത്തിൽ യാതൊരു കുറവും വരുത്താത്ത ഒരു നിലപാടാണ് മലക്കുകൾ സ്വീകരിക്കുക എന്നത് വേറെയും ചിലയിടത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തനാണ് ജിബ്രീൽ. ഈ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഇബ്ലീസ് എന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദു. മലക്കുകളുടെ പ്രകൃതം അങ്ങനെയാണ്. അള്ളാഹു നൽകുന്ന നിർദ്ദേശം അതേപടി യാതൊരു അനുസരണക്കേടും കാണിക്കാതെ നടപ്പിലാക്കുക, അത് പാലിക്കുക, അനുസരിക്കുക എന്നതാണ് അവരുടെ പ്രകൃതം. അവർക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. പിന്നെ എങ്ങനെ ഇബ്ലീസ് ധിക്കരിക്കുന്നവനായി എന്ന സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് നമുക്ക് തുടർന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇല്ലാ ഇബ്ലീസ് എന്ന് പറഞ്ഞതിന് ശേഷം കാന മിനൽ ജിൻ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്ലീസ് മലക്കുകളുടെ തലവനായിരുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട്
പുറത്തു പോവേണ്ടി വന്നതാണ് എന്ന വിധത്തില് ഒരു പ്രചാരണം നമുക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവതയുടെയോ ബൈബിളിന്റെയോ ഒക്കെ പശ്ചാത്തലത്തില് കാണാൻ കഴിയും. ഖുർആൻ ഇതിനെ തള്ളിക്കളയുകയാണ്. ഖുർആൻ ഈ ഒരു സാധ്യതയെ നിഷേധിക്കുകയാണ്. അങ്ങനെയല്ല, ഇബ്ലീസ് മലക്കുകളുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരാളല്ല, മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, മലക്കുകളുടെ പ്രകൃതമുള്ള ഒരാളല്ല. ഇബ്ലീസ് ജിന്നുകളിൽ പെട്ടവനാണ്. ജിന്നുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ തന്നെ ധിക്കരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രകൃതമാണുള്ളത്. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന മലക്കുകളോടാണ് മുഖ്യമായി എങ്കിലും ആ കൽപ്പന ഇബ്ലീസിന് കൂടി ബാധകമായിരുന്നു എന്നതാണ് ഖുർആന്റെ ഇത് സംബന്ധമായ വിവരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. ചില വ്യാഖ്യാതാക്കൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രപഞ്ചത്തിന്റെ കൈകാര്യകർത്തൃത്വം, അവിടെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന ഒരു ചുമതല അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് മലക്കുകളെയാണ്. മലക്കുകളുടെ കീഴിലായുള്ള, മലക്കുകളുടെ മേൽനോട്ടത്തിലായുള്ള എല്ലാവരും എല്ലാം തന്നെ, എല്ലാ പ്രതിഭാസങ്ങളും തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞ ആ ഘട്ടത്തില് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച ഘട്ടത്തില് ആദമിന് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുക എന്നൊരു നിലപാട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കേണ്ടി വന്ന, അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയ ആ ഘട്ടത്തില് ഈ മലക്കുകളുടെ ചുമതലയിലുണ്ടായിരുന്ന എല്ലാ സൃഷ്ടികളും തന്നെ മലക്കുകളോടൊപ്പം ആദമിന് വിധേയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആദമിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക എന്ന ആ നിർദ്ദേശം അവർക്ക് കൂടി ബാധകമായിരുന്നു എന്ന വിധത്തില് അല്പം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അതിനെ വിശദീകരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വിശാലമായ തലത്തിൽ അതിനെ ആ നിർദ്ദേശത്തെ കാണുന്ന വിധത്തിൽ വിശദീകരിക്കാം. അതല്ലെങ്കിൽ മലക്കുകൾക്ക് നൽകപ്പെട്ടിരുന്ന ഈ നിർദ്ദേശം ഏറ്റവും ചുരുങ്ങിയത് ഇബ്ലീസിന് കൂടി ബാധകമായിരുന്നു എന്ന ഒരു കാര്യം സംശയലേശമന്യേ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്ലീസ് ആ കൽപ്പന അനുസരിക്കാതിരുന്നതിന്റെ പേരിൽ ഇബ്ലീസിനെ ആക്ഷേപാർഹനാക്കി കണ്ടുകൊണ്ട് ഖുർആൻ വിവരിക്കുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത. അപ്പൊ മലക്കുകളോട് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരെല്ലാവരും തന്നെ സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. കാനമിനൽ ജിൻ, അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു. റബ്ബി, അതിനാലാണ് അവൻ തന്റെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയുണ്ടായത്. അവൻ ഫാസിഖായിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തന്റെ റബ്ബിന്റെ നിർദ്ദേശത്തെ ധിക്കരിക്കുന്ന ഒരു നിലപാടാണ് ഇബ്ലീസ് സ്വീകരിക്കുകയുണ്ടായത്. അവൻ ജിന്നുകളിൽപ്പെട്ടവനായി. അപ്പൊ എല്ലാ നിലക്കും ആ കാര്യം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, ആദമിന് സുജൂദ് ചെയ്യുക എന്ന കൽപ്പന ഇബ്ലീസിന് കൂടി ബാധകമായിരുന്നു. പക്ഷെ ആ കൽപ്പന പാലിക്കാൻ ഇബ്ലീസ് സന്നദ്ധനായില്ല. അവൻ ധിക്കാരിയായിട്ട് മാറി നിന്നു. ധിക്കാരിയായി മാറി നിൽക്കാൻ ഇബ്ലീസിന് സാധിച്ചത് ഇബ്ലീസ് മലക്കല്ലാത്തത് കൊണ്ടാണ്, ഇബ്ലീസ് ജിന്നായിരുന്നു എന്നതുകൊണ്ടാണ് അത് സാധിച്ചിട്ടുള്ളത്. വാദത്തിനെങ്കിലും ഇബ്ലീസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നീ മലക്കുകളോടല്ലേ കൽപ്പിച്ചത്, എന്നിട്ട് ആ കൽപ്പന അനുസരിക്കാത്തതിന്റെ പേരിൽ എന്നെയാണോ ആക്ഷേപിക്കുന്നത് എന്ന് ഇബ്ലീസിന് പറയാമായിരുന്നു. അങ്ങനെ ഒരു സംഗതി ഖുർആനിൽ എവിടെയും ഇബ്ലീസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോ ഇബ്ലീസിന് തന്നെ വ്യക്തമായിട്ട് അറിയാം അള്ളാഹു മലക്കുകൾക്ക് നൽകിയ ആ നിർദ്ദേശം അനുസരിക്കാൻ ഇബ്ലീസിന് കൂടി ബാധ്യതയുണ്ടായിരുന്നു എന്ന കാര്യം. ഇബ്ലീസിന് അത് ബാധ്യതയുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഇബ്ലീസ് അത് പറയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പറയുന്നത് നമ്മൾ എവിടെയും കാണുന്നില്ല. ഇബ്ലീസ് അനുസരിക്കാതിരുന്നതിന്റെ പേരിൽ ഇബ്ലീസിനെ കുറിച്ച് ആക്ഷേപം നടത്തുന്ന രീതിയിൽ ഖുർആൻ പരാമർശിക്കുന്നത് കാണുകയും ചെയ്യാം.
അപ്പോ ഇബ്ലീസ് അനുസരിക്കാതിരുന്നതിന്റെ കാരണം അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്നതാണ്. ഫഫസഖ അൻ അംരി റബ്ബി, അതിനാൽ തന്നെ അവൻ തന്റെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നിട്ട് ആ ഇബ്ലീസിനെയും അവന്റെ സന്തതികളെയുമാണോ നിങ്ങൾ എനിക്ക് പുറമെ നിങ്ങളുടെ രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കുന്നത്? സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ നാം മലക്കുകൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി, ആദമിന് വഴിപ്പെട്ടുകൊണ്ട് ആദമിന് പ്രണമിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി. അവരൊക്കെയും അതിന് സന്നദ്ധരായപ്പോ അതിന് കൂട്ടാക്കാതെ മാറി നിന്ന ധിക്കാരം പ്രവർത്തിച്ചവനാണ് ഇബ്ലീസ്. എന്നിട്ട് മനുഷ്യരെ, നിങ്ങൾ ആ ഇബ്ലീസിനെയും അവന്റെ സന്തതികളെയുമാണോ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഔലിയ ആയി സ്വീകരിക്കുന്നത്? നിങ്ങളുടെ രക്ഷാധികാരികളായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് ആ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതികളെയുമാണ്. ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതികളെയും എന്ന വിധത്തിൽ ഖുർആനിൽ പരാമർശങ്ങൾ കാണാം. ഇബ്ലീസും അതുപോലെ മനുഷ്യന് വഴിപഴപ്പിക്കുന്ന ഇബ്ലീസിനോടൊപ്പമുള്ള പരിവാരങ്ങളും അത് ഏതു വിധത്തിലാണ് സന്താനങ്ങളും അല്ലെങ്കിൽ ആ മാതൃപിതൃ ബന്ധം അല്ലെങ്കിൽ സന്താന ബന്ധം എന്നൊക്കെ ഉള്ളത് വളരെ തശാബുഹ അടങ്ങിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമുക്ക് അതിന്റെ ആ വിവരണത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സൂചനയുടെ ഒരു തലത്തിൽ അതിനെ സ്വീകരിക്കുക എന്നതല്ലാതെ അക്കാര്യത്തിൽ വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോ അള്ളാഹുവിടെ ചോദിക്കുന്നത്, എന്നിട്ട് ഒന്നാമത്തെ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകൾക്ക് നൽകപ്പെട്ട നിർദ്ദേശം ഇബ്ലീസിന് കൂടി ബാധകമായിരിക്കെ അത് ചെയ്യാൻ കൂട്ടാക്കാതെ ധിക്കാരത്തോടു കൂടി മാറി നിന്ന ആ ഇബ്ലീസിനെയും അവന്റെ സന്തതികളെയുമാണോ മനുഷ്യരെ നിങ്ങളുടെ ഔലിയ ആയിട്ട്, നിങ്ങളുടെ രക്ഷാധികാരികളും ആത്മമിത്രങ്ങളും ഒക്കെ ആയിട്ട് അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വീകരിക്കുന്നത്? മിൻ ദൂനി, എന്നെ കൂടാതെ. സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടാൻ സന്നദ്ധരായ മുഴുവൻ ആളുകളുടെയും രക്ഷാധികാരി അള്ളാഹുവാണ്. ഇവിടെ മനുഷ്യരിൽ പലരും പ്രത്യക്ഷത്തിൽ തന്നെ മനുഷ്യന്റെ ശത്രുവായി നിലക്കൊണ്ട, മനുഷ്യനോട് വൈരം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ കൂട്ടാളികളെയുമാണ് അവര് രക്ഷാധികാരികളായിട്ട് കൊണ്ടു നടക്കുന്നത്. വഹും ലക്കും അദുവ്വ്, അവര് നിങ്ങളോട് വൈരത്തിലാണ്, നിങ്ങളോട് ശത്രുതയിലാണ്. നിങ്ങളുടെ ശത്രുത, നിങ്ങളോട് പരസ്യമായ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇബ്ലീസും സന്തതികളും നിലകൊള്ളുന്നത്. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിന് പകരം, എനിക്ക് പകരം ഇബ്ലീസിനെയും അവന്റെ സന്തതികളെയുമാണോ നിങ്ങളുടെ ഔലിയ ആയിട്ട് സ്വീകരിക്കുന്നത് എന്നാണ് അള്ളാഹുയുടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പൊ ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരണം, ഇബ്ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ ഈ സൂറത്തിന്റെയും ഈ ആയത്തുകളുടെയൊക്കെ അവതരണ പശ്ചാത്തലത്തിലുള്ള ആ വിഷയവുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സാധ്യതകൾ അതിലടങ്ങിയിട്ടുണ്ട്. മക്കയിലെ പ്രമാണിമാര് ദുർബലരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നിട്ടുള്ള ആ ദരിദ്രരും അവശരുമായ ആളുകൾ, ആ ആളുകളെ മാറ്റി നിർത്തിയാൽ മുഹമ്മദെ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നത് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ നിന്റെ മുന്നിൽ വന്നിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. ഈ തെണ്ടിപ്പറുക്കികളെ നിന്റെ മുന്നിൽ ഇരുത്തിയ അവസ്ഥയിൽ അവരോടൊപ്പം വന്നിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇബ്ലീസിനെ ഔലിയ ആയി സ്വീകരിച്ച ഒരു സ്വഭാവമാണ്. ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതികളെയും തങ്ങളുടെ ആത്മമിത്രങ്ങളും രക്ഷാധികാരികളും ഒക്കെയായി സ്വീകരിച്ച വിധത്തിലുള്ള ഒരു പെരുമാറ്റവും ഒരു നിലപാടും ഒക്കെയാണ് ഈ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യമാർഗത്തിലേക്കുള്ള പ്രബോധനത്തിന്റെ അവസ്ഥയിൽ. അപ്പോ ഇതിവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് മനുഷ്യര് ബോധപൂർവമോ
വേണ്ടത്ര അതേക്കുറിച്ച് ഇല്ലാതെയോ തങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ ശത്രുക്കളാണ് ഇബ്ലീസും കൂട്ടാളികളും എന്നിരിക്കെ തന്നെ അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഇബ്ലീസിനെയാണ് തങ്ങളുടെ രക്ഷാധികാരികളായിട്ട് കൊണ്ട് നടക്കുന്നത്. ആ ലക്ഷണങ്ങളാണ് മക്കയിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായിട്ട് ഉണ്ടായിരുന്ന പ്രമാണിമാരും നേതാക്കന്മാരും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ഇബ്ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണം, ഇവിടെ നടത്തിയിരിക്കുന്ന ഈ പരാമർശം ഈ സന്ദർഭവുമായി വളരെ ചേരുന്നതും ആ സന്ദർഭത്തില് മക്കയിലെ ആളുകൾക്ക് വിശേഷിച്ചും തന്നെ ഇതിനെക്കുറിച്ച് ഒരു ബോധം ഉണർത്തുന്നതിനും ഒക്കെ ആയിട്ട് ഉപകരിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ വിവരണം എന്ന് കാണാൻ കഴിയും. ആളുകള് പ്രജ്ഞയറ്റവരെ പോലെയാണ് നിലകൊള്ളുന്നത്. അവർക്ക് ബോധം നഷ്ടപ്പെട്ട പോലെയാണ്. കാര്യങ്ങളെക്കുറിച്ച് അവരുടെ സ്മൃതി, അവരുടെ ഓർമ്മ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്ത ഒരു ബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് അവർ നിലകൊള്ളുന്നത്. തുടക്കം മുതൽ തന്നെ മനുഷ്യന്റെ ശത്രുവായി നിലകൊള്ളുകയാണ് ഇബ്ലീസും അവന്റെ കൂടെയുള്ള അവന്റെ കൂട്ടാളികളും സന്തതികളും ഒക്കെ തന്നെ. ഇബ്ലീസ് മനുഷ്യനെ ചതിയിലകപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. വളരെ മോഹനമായതെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പലതിലേക്കും മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടുപോകും. പക്ഷേ ഇബ്ലീസ് മനുഷ്യനെ തുടക്കം മുതൽ ചതിയിലകപ്പെടുത്തുന്നവനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്നത്തിലെ മനുഷ്യനോടും ആദമിനോടും ഹബ്ബയോടും താമസിച്ചു കൊള്ളാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചപ്പോ ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പോകരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായതാണ്. ഇബ്ലീസാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ അനുഗ്രഹം തടഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ മരണമില്ലാത്തവരായി മാറാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആദമിനെയും ഹബ്ബയെയും വലയിൽ വീഴ്ത്തുന്നത്. അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവര് പ്രേരിപ്പിക്കുന്നത്. ഈ ഇബ്ലീസിന്റെ പ്രവർത്തനം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇബ്ലീസ് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഇബ്ലീസും ഇബ്ലീസിന്റെ കൂട്ടാളികളും മനുഷ്യനെ പിഴപ്പിക്കുന്നതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഇബ്ലീസിനെയും സന്തതികളെയുമാണോ നിങ്ങൾ ഔലിയ ആയിട്ട് സ്വീകരിക്കുന്നത്, അള്ളാഹുവിന് വിധേയത്വം നൽകുന്നത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. വഹും ലഖും അദുവ്വുൻ, അവർ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് എന്നിരിക്കെ പോലും നിങ്ങൾ അക്കാര്യം മറന്നുകൊണ്ട് നിങ്ങളുടെ ആത്മമിത്രങ്ങളായി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അവരെ മനസ്സിലാക്കി അവരെ അനുസരിച്ചു കൊണ്ടാണോ നിങ്ങൾ നിലകൊള്ളുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. മനുഷ്യരോടായിട്ടുള്ള ചോദ്യമാണ് ഇത്. നമ്മുടെ കാലഘട്ടത്തിലേക്കും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കും നമ്മുടെ അന്തർദേശീയ പശ്ചാത്തലത്തിലേക്കും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ വായിക്കുമ്പോൾ നമുക്ക് ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ കൂട്ടാളികളെയും ഒക്കെ ആയിട്ട് പലരെയും ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. നമ്മള് മുസ്ലിം ലോകം പലപ്പോഴും പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ആരെയാണ് ആത്മമിത്രങ്ങളായിട്ട് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്, ആരുടെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ നയങ്ങൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ഏതൊക്കെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ഇബ്ലീസ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയത്തിലും അന്തർദേശീയ തലത്തിലും അതുപോലെ പ്രാദേശികമായ സാഹചര്യങ്ങളിലൊക്കെ ഇബ്ലീസിന് ചില മുഖങ്ങളും ചില മുഖംമൂടികളും ഒക്കെ ഉണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. അപ്പൊ ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അള്ളാഹു ഇവിടെ നമ്മളോട് ഈ ഒരു കാര്യം ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ വിസ്മൃതിക്ക് വിട്ടുകൊടുക്കാതെ ഈ കാര്യം ഓർത്തുകൊണ്ട് വേണം നിലപാടുകൾ രൂപപ്പെടുത്താൻ. നമ്മൾ ആരെയാണ് ഔലിയ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? വ്യക്തമായിട്ടും ഔലിയ ആയിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരിക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിച്ച തരത്തിൽപ്പെട്ട മനുഷ്യരെയും അതുപോലെയുള്ള പ്രതിഭാസങ്ങളെയൊക്കെയാണ് ആത്മമിത്രങ്ങളായിട്ട് പലപ്പോഴും അത്തരം ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും.
എന്നിട്ട് അള്ളാഹു പറയുന്നത് വഹും ലക്കും അദുവ്വുൻ, അവര് ഇബ്ലീസും അവന്റെ സന്തതികളും നിങ്ങളുടെ ശത്രുക്കളാണെന്നിരിക്കെ നിങ്ങൾ അവരെയാണോ ആത്മമിത്രങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത്? ബിഇസലില്ലാലിമീന ബദല, ഈ അതിക്രമകാരികള് പകരമായി സ്വീകരിച്ചിരിക്കുന്നത് എത്ര നികൃഷ്ടമായതാണ് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിനെ മിത്രമായി സ്വീകരിക്കുന്നതിന് പകരം ഈ ലാലിമുകള്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ ആളുകള് എത്ര നികൃഷ്ടമായ ബദലാണ് സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന് പകരം ഇവർ ഇബ്ലീസിനെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ വലിയ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്ലീസ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർ ഇബ്ലീസിനെയാണോ ഔലിയ ആയിട്ട് സ്വീകരിക്കുന്നത്? അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബിഇസലില്ലാലിമീന ബദല, ഈ ലാലിമുകൾ, ഈ അതിക്രമകാരികൾ, ഈ ആത്മവഞ്ചന ചെയ്യുന്നവർ, ഈ ആത്മദ്രോഹികൾ യഥാർത്ഥത്തിൽ എത്ര നികൃഷ്ടമായ, എത്ര മോശമായ ബദലാണ്, സബ്സ്റ്റിറ്റ്യൂട്ടാണ് സ്വീകരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എത്ര ബദൽ, എത്ര മോശമായ, എത്ര വഷളായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് അവർ അള്ളാഹുവിന് പകരമായിട്ട് ഇബ്ലീസിനെ ആത്മമിത്രമായി സ്വീകരിക്കുക വഴി അവര് തലയിലേറ്റിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. എന്നിട്ട് ഇബ്ലീസിന് നമ്മളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുന്ന വല്ല ദിവ്യത്വവും ഇബ്ലീസിൽ അടങ്ങിയിട്ടുണ്ടോ? അള്ളാഹു തുടർന്ന് പറയുന്നത് കേൾക്കുക. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പില് നാം ഇവരെ പങ്കാളികളോ സാക്ഷികളോ ഒന്നും ആക്കിയിട്ടില്ല. ഇബ്ലീസിനെയും കൂട്ടരെയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നാം നിർവഹിച്ചപ്പോ അത് വന്ന് കണ്ടു നിൽക്കാൻ പോലും അവരെ കൂടെ കൂട്ടിയിട്ടില്ല. അതിലെന്തെങ്കിലും പങ്കാളികളാകുന്നത് പോട്ടെ, അതിന് സാക്ഷികളാകാൻ പോലും അവരെ കൂടെ കൂട്ടി നിർത്തിയിട്ടില്ല. എന്നാൽ അത് നിർമ്മിക്കുന്ന ആകാശവും ഭൂമിയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ച ഘട്ടത്തിൽ ഞങ്ങൾ അത് കണ്ടു നിന്നിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ കഴിയുന്ന ഒരു ഔന്നത്യം അവർക്കില്ല. മാ അശ്ഹദ്തുഹു, നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. ഖൽഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്റെ വേളയിൽ അവര് നിങ്ങളൊന്ന് എല്ലാം കണ്ടു മനസ്സിലാക്കിക്കോളി എന്ന വിധത്തിൽ ഇബ്ലീസിനെയും കൂട്ടരെയും വന്ന് അണിനിരത്തിയിട്ട് അവര് കാണയല്ല നമ്മൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് കാഴ്ചക്കാരായി ഉണ്ടായിരുന്നു എന്ന ഒരു മികവോ മേന്മയോ പോലും ഈ ഇബ്ലീസിനും സന്തതികൾക്കും അവകാശപ്പെടാനുള്ളതായിട്ട് കാണാൻ സാധ്യമല്ല. വലാ ഖൽഖ അൻഫുസിഹിം, എന്നാ പോട്ടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്റെ കാര്യം നമുക്ക് വിട്ടുകളയാം. ഇവരെ സൃഷ്ടിച്ച കാര്യത്തിൽ തന്നെ ഇബ്ലീസിനെയും കൂട്ടാളികളെയും സൃഷ്ടിച്ചതില്, അതല്ലെങ്കിൽ ഈ കൂട്ടരെ സൃഷ്ടിക്കുന്നതില് അവരെ സാക്ഷികളാക്കിയിട്ടുണ്ടോ? അതുമില്ല. ഇബ്ലീസിനെയും കൂട്ടരെയും സൃഷ്ടിക്കുന്നതില് എന്നാല് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ച് അവരെ അറിയുന്ന വിധത്തിൽ, അവര് കാണുന്ന വിധത്തില് അവരെ പങ്കാളികളാക്കിക്കൊണ്ട് അവരെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടല്ല നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏകനും പരമാധികാരിയുമായ അള്ളാഹു അവന്റെ സമ്പൂർണമായ അധികാരത്തിലും നിയന്ത്രണത്തിലുമായിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. അതിൽ ഇബ്ലീസിനോ കൂട്ടാളികൾക്കോ ഒരു പങ്കുമില്ല. കാഴ്ചക്കാരായിട്ട് പോലും അവരില്ല. ഇനി അവരുടെ തന്നെ സൃഷ്ടിപ്പിലോ അവരോട് ചോദിച്ചിട്ടാണോ അള്ളാഹു അവരെ സൃഷ്ടിച്ചത്? അങ്ങനെയല്ല. അവർക്ക് അറിയുമായിരുന്നു അവരെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അവരാവശ്യപ്പെട്ട വിധത്തിലാണോ അവരെ ആ വിധത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്? അതൊന്നുമല്ല. അവര് 100% അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. അവർക്ക് അവരുണ്ടായി എന്ന കാര്യത്തിൽ പോലും യാതൊരു പങ്കാളിത്തവും ഇല്ല. അവർക്ക് ആ വിഷയത്തില് യാതൊരു സേയും അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് അവര് സാക്ഷികളല്ല. അവരെ സൃഷ്ടിച്ച കാര്യത്തിൽ പോലും എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചക്കാരായിട്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇടപെടലിന് കഴിയുന്നവരായിട്ട് അവരാരും ഉണ്ടായിരുന്നിട്ടില്ല. അതൊക്കെയും തന്നെ നിർവഹിച്ചിരിക്കുന്നത് അള്ളാഹു അവന്റെ വാഹിദുൻ ഖഹാറുൻ എന്ന നിലക്ക് കാര്യങ്ങളില് സമഗ്രാധിപത്യമുള്ള ജബ്ബാർ ആയിക്കൊണ്ട്
മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാനും ഇടമില്ലാത്ത വിധത്തില് എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായിട്ട് സ്വയം തീരുമാനമെടുക്കുന്നവനായിക്കൊണ്ടാണ് അള്ളാഹു അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഇബ്ലീസിനെയും കൂട്ടരെയുമാണോ നിങ്ങളുടെ രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കുന്നത്? ഇവനിൽ ദിവ്യത്വമുണ്ട് എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് അവർക്ക് കാഴ്ചക്കാരായിട്ട് പോലും പങ്കില്ല. അവരുടെ തന്നെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ പോലും ഒരു അഭിപ്രായം പറയാൻ ഇടമില്ലാത്ത വിധത്തിൽ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള ദിവ്യത്വത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഇവരെയാണോ നിങ്ങൾ ഔലിയ ആയിട്ട് തലയിലേറ്റുന്നത്? ഇതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അപ്പോ വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ തന്നെ സൃഷ്ടിപ്പിലും അവർക്ക് സാക്ഷികളായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ആ കണ്ടു നിൽക്കാനോ ഒന്നും പറ്റുന്ന വിധത്തിൽ ഒരു അവസരം ഉണ്ടായിരുന്നിട്ടില്ല. വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദ. എന്നിട്ട് ഫെർദർ ആയിട്ട് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു കാര്യം കൂടി അള്ളാഹു പറയുകയാണ്. ഈ വഴി പിഴപ്പിക്കുന്നവന്മാരെ സഹായികളായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള പരിപാടി നമുക്ക് അങ്ങനെ ഇല്ല തന്നെ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്ലീസിന്റെ പരിപാടി മനുഷ്യരെയും അതേപോലെ ഇബ്ലീസിനോടൊപ്പം തങ്ങാൻ സന്നദ്ധരായ ജിന്നുകളെയും വഴിപിഴപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഇബ്ലീസിനെ, മുദില്ലിനെ അളുതായിട്ട് ഒരു കൈ സഹായത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണക്കായിട്ട് ഒരു പിൻബലത്തിനായിട്ട് കൂടെ കൂട്ടുക എന്നുള്ള ഒരു പരിപാടി, അങ്ങനെ ഒരു സംഗതി അള്ളാഹുവിനില്ല എന്നാണ് അള്ളാഹുവിടെ തറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. അപ്പൊ വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അളുദ, മുദില്ലുകളെ, ആളുകളെ വഴിപിഴപ്പിക്കുന്നവനെ അളുതായിട്ട്, സഹായിയായിട്ട്, പിന്തുണ നൽകുന്നവനായിട്ട്, പിൻബലം നൽകുന്നവനായിട്ട് കൂടെ കൂട്ടുക എന്നത്, സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു പരിപാടിയല്ല. ഇത് പറയുന്നത് കേൾക്കുമ്പോ മുദില്ലല്ലാത്തവരെ അള്ളാഹു സഹായിയായിട്ട് കൂടെ കൂട്ടുമോ എന്നൊരു സ്വാഭാവികമായ ഒരു ചോദ്യം മനസ്സിലാർക്കെങ്കിലും ഒക്കെ വരാനൊക്കെ ഇടയുണ്ട്. അങ്ങനെയല്ല അതിന്റെ സൂചന. അള്ളാഹുവിന് ഒരു സഹായിയെയും അള്ളാഹുവിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമില്ല. മാത്രവുമല്ല, ഇബ്ലീസിന്റെ കാര്യത്തിൽ ഇവിടെ ഈ മുദില്ലായ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന ഇബ്ലീസിനെ സഹായിയായിട്ട് കൂടെ കൂട്ടി നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എന്നതാണ് അള്ളാഹു മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം അവന്റെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന വിധത്തില് ഇവിടെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് വേറെ ആരെയും കാണാൻ പറ്റിയില്ലേ? അള്ളാഹുവിനെ ആകാശഭൂമികളുടെയോ നിങ്ങളുടെയൊക്കെ തന്നെയോ സൃഷ്ടിപ്പില് സഹായിക്കുന്നതിന് വേണ്ടി കൂടെ കൂട്ടാൻ കിട്ടിയ ഒരു സാധനം ഇബ്ലീസ്. അള്ളാഹുവിനെ അനുസരിക്കാൻ കൂട്ടാക്കാതിരുന്ന ധിക്കാരിയായി അനുസരണക്കേട് കാണിച്ച ഇബ്ലീസിനെയാണോ? എന്നിട്ട് അള്ളാഹുവിനോട് ഒരു ശപഥം ചെയ്തുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും വഴി പിഴപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആ ഇബ്ലീസിനെ അള്ളാഹു അളുതായിട്ട് കൂടെ കൂട്ടുമെന്നോ? എന്നിട്ട് അവന് ദിവ്യത്വത്തിലൊരു അല്പം പങ്കുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് അവനെ നിങ്ങൾ ഔലിയ ആയിട്ട് നിങ്ങളുടെ തലയിലേറ്റിക്കൊണ്ട് നടക്കുക. എന്താണ് നിങ്ങൾക്ക് ഒരു ആലോചനയും പ്രവർത്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ രണ്ടായത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. മലക്കുകളോട് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ നിർദ്ദേശിച്ച ആ സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ട് മനുഷ്യനെ വഴിപിഴപ്പിച്ച പ്രഖ്യാപിത ശത്രുവായ ഇബ്ലീസിനെ ഔലിയ ആയിട്ട്, ഇബ്ലീസിനെയും അനുയായികളെയും ഔലിയ ആയിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ പ്രത്യക്ഷമായിട്ട് തന്നെ മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസിനെ മാറ്റി നിർത്താൻ, അവനെ അനുസരിക്കാതെ അവന്റെ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴാതെ അവനിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ എന്നുകൂടി ഈ ആയത്തുകളുടെ സൂചനയായിട്ട്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഒരു കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം, കൂടെ മുഹമ്മദ് നബിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അള്ളാഹു എന്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിന് നേരെ ഉണ്ടായിട്ടും ഇപ്പോൾ തീരെ ഇടപെടാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഘട്ടത്തില് എല്ലാ ഘട്ടത്തിലും അള്ളാഹു ഇടപെട്ട് എല്ലാ ദ്രോഹങ്ങളെയും തടഞ്ഞു ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം ആളുകൾ ഷഹാദത്ത് വരിച്ചിട്ടുണ്ട്, വലിയ പ്രതിസന്ധികളുടെ മുൾമുനകളിൽ അവരൊക്കെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങള് അള്ളാഹു ഗാലിബുൻ അലാ അംരിഹി എന്നാണ്. അള്ളാഹുവിന്റെ കാര്യങ്ങള് അതിന്റെ പൂർണ്ണമായ മേധാവിത്വത്തോടു കൂടി നിർവഹിക്കാൻ അള്ളാഹുവിന് അറിയാം. അതിന്റെ നിഗൂഢതകള് ഇന്ന കാര്യങ്ങളിൽ അള്ളാഹു ഇടപെട്ടു, വേറെ ചിലതിൽ ഇടപെട്ടില്ല എന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിഗൂഢതകൾ നമുക്ക് പറഞ്ഞു തരിക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് അള്ളാഹുവിന്റെ ഗൈബ് ആയ അദൃശ്യമായ ജ്ഞാനത്തിൽപ്പെട്ട സംഗതിയാണ്. പ്രത്യക്ഷത്തില് നമ്മൾ ഇടപെട്ടില്ല എന്ന് കരുതുന്ന കാര്യത്തിൽ തന്നെ അള്ളാഹുവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. അതിനേക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുകയോ കണക്ക് കൂട്ടുകയോ ചെയ്യുന്നതിനേക്കാൾ വലിയ അനന്തരഫലം ഉണ്ടാവാനൊക്കെ ഇടയുള്ള പല നടപടികളും ഇടപെടലുകളും ഒക്കെ അള്ളാഹു നടത്തുന്നുണ്ടാവും. നമ്മൾ പ്രത്യക്ഷത്തില് കാണുന്ന ചില അവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് കാര്യങ്ങളുടെ ഒരു അവസാനമാണ് എങ്കിൽ മനുഷ്യൻ അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ് എങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം മാത്രമാണ്. മുഖ്യമായ ജീവിതം മരണാനന്തര മനുഷ്യന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ജീവിതമാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പം ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന് എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം, അയാൾ എങ്ങനെ മരിക്കണം, എപ്പോ മരിക്കണം എന്നതൊക്കെ അള്ളാഹുവിന്റെ സ്വന്തമായ സ്വേച്ഛ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമാണ്. അതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന വിധത്തിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലോ ഉള്ളതല്ല. നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മരിക്കുന്നുണ്ടാവും. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതാണെങ്കിൽ അത് അങ്ങനെ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ മരിക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു വരും. അപ്പൊ ഇതൊന്നും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് സംബന്ധമായിട്ട് എന്തുകൊണ്ട് അതങ്ങനെ, എന്തുകൊണ്ട് ഇതിങ്ങനെ, എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുന്ന എല്ലാ നിഗൂഢതകളും നമുക്ക് കൃത്യമായി തെളിമയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാളിലെ ആ കാര്യങ്ങളുടെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അഅലം. അപ്പോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.